വായനശാലയിൽ നിന്നും ആരംഭിച്ച മലയാള വേദിയുടെ കുട്ടികൾ നയിക്കുന്ന ഗ്രാമജാഥയാണ് ഇപ്പോൾ കേരള കലാരംഗത്തിൽ എത്തിയിരിക്കുന്നത്. മാതൃഭാഷ നാടിന്റെ വികസനത്തിന്, നാടിന്റെ സംസ്കാരം മാതൃഭാഷയിലൂടെ. മലയാളം മരിച്ചാൽ മലയാളിയില്ല, മലയാളിയില്ലെങ്കിൽ കേരളമില്ല. നമ്മുടെ മലയാളത്തെ വളർത്തുക, മലയാളം മറന്നുകൊണ്ടുള്ള മറ്റു ഭാഷകളുടെ ഭാഷാ പഠനം അവസാനിപ്പിക്കുക. എത്ര ഭാഷ പഠിക്കുന്നതിനും മലയാളികൾ എതിരല്ല, മലയാള ഐക്യവേദി എതിരല്ല, മലയാള ഐക്യവേദി എതിരല്ല. എല്ലാ ഭാഷകളും പഠിക്കാം. പക്ഷേ പൂർണ്ണം ജംഗ്ഷൻ രക്ഷിതാക്കൾ വരാൻ പറയാതുകൊണ്ട് വിഷമിക്കണ്ട. ഇനി ആരെങ്കിലും വീട്ടിലെത്തിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് അക്കാര്യത്തിൽ പ്രശ്നം എന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അത് എന്റെ ധൈര്യം വേണ്ടിയില്ല. അക്കാര്യത്തിൽ ആരും പേടിക്കണ്ട. നിങ്ങളുടെ വീടുകളിലെത്തി വണ്ടിയെ കൊണ്ടുവന്നാക്കിയതിനു ശേഷമേ ഞങ്ങൾ പോകും. ഒരു കാര്യം വേണ്ടത്, വന്നിട്ടുള്ളവരുടെ പേര് കുറിക്കണമെന്ന് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു. ഓരോ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളൂ. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് രാജലക്ഷ്മി ടീച്ചറെ ഇതിനേക്കാളെല്ലാം വിഭവസമൃദ്ധമായ സബ്ജക്റ്റുകൾ പഞ്ചായത്തിന്റെ മാത്രമല്ല, പക്ഷേ ഈ കഥകളെ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവരോട് പറഞ്ഞപ്പോൾ അവർ തന്നെ സന്തോഷത്തോടെ പറഞ്ഞു, കഥകളി വേഷങ്ങൾ കൂടി കാണുന്ന ഞങ്ങൾ ഇത് പരിചയപ്പെടുത്താൻ തയ്യാറാണ്. അവരെ പല കറികൾ പോലെ അല്ലെങ്കിൽ പായസത്തിൽ പോലെ കഥകളിയൊക്കെ കലാരൂപം പരിചയപ്പെടുത്തുമ്പോൾ ഇവർ അതിനകത്ത് മധുരപരമായ വേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി പറഞ്ഞു തന്നുകൊണ്ടാണ് പ്രിയങ്കർ സാറിനെ പൂക്കൾ നൽകി സ്വീകരിക്കുകയാണ്. ഇതിന്റെ ശൈലി ഞങ്ങളിതൊരു ലേഖനമായിക്കൊണ്ട് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ക്യാപ്റ്റൻ ലേഖനം കൂടി സാറിന് നൽകും. സാറിന്റെ 20 രൂപ കൂടി ഞങ്ങൾക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ടീച്ചർ എല്ലാവരിലേക്കും കഴിയുന്നത്ര അറിവുകൾ തിരിച്ചുകൂടി നൽകുക എന്നാണ് ഞങ്ങൾ ഇതുവഴി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ലഘുലേഖ സാറിന് നൽകുന്നു. അടുത്ത സ്വീകരിക്കുന്ന ആരാണ്? സാറിന്റെ പേര് ഗോപാലകൃഷ്ണൻ സാറാണ് അടുത്ത സ്വീകരിച്ചത്. ഇനി ആരാ സ്വീകരിക്കുന്നത്? സ്വീകരിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ട്? 20 രൂപ കൊടുത്ത് ജാഥാ ക്യാബിനെ സ്വീകരിക്കാം. ആർക്കും സ്വീകരിക്കാം. ഇവിടെ വന്നുള്ള രക്ഷിതാക്കൾക്കോ ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം. കഴിഞ്ഞല്ലോ. അപ്പൊ സ്വീകരണത്തിന് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് കഥകളിയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് അല്ലേ? കഥകളി കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ല. എന്തോ അറിയാം, കണ്ടതിന് എന്തോ മനസ്സിലാക്കിയിട്ട് കഥകളിയെ പറ്റി? നിങ്ങൾ എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട് കഥകളിയെ പറ്റി? ഒരു കഥയെ ആസ്പദമാക്കി കളിക്കുന്നു കഥകൾ. അപ്പൊ നിങ്ങൾക്കതില് കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ, സംശയങ്ങൾ എന്തൊക്കെയാണ്? ഇത് കണ്ടവർ ചോദ്യങ്ങളായിട്ട് വല്ലതും കരുതി വെച്ചിട്ടുണ്ടോ? എൻ്റെ പേര് ജുഹാന. ഞാൻ 9th പഠിക്കുന്നത്. പൂതക്കുളം സ്കൂളിലാണ്.
വർഗീകരിക്കുന്നു? കഥകളി വേഷങ്ങൾ എങ്ങനെ വർഗീകരിക്കുന്നു? കഥകളി വേഷങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് അങ്ങനെയാണ്. പച്ച വേഷങ്ങൾ നായക വേഷങ്ങൾ, അതായത് സ്വാത്വിക വേഷങ്ങൾ, നല്ല ഗുണമുള്ള കഥാപാത്രങ്ങൾക്ക് പച്ച വേഷം കൊടുക്കും. കത്തി വേഷം രാജസ സ്വഭാവമുള്ളവർ. താടി വേഷം താമസ സ്വഭാവം. താമസന്മാർ അറിയാവോ, കേട്ടിട്ടുണ്ടോ? താമസന്മാർ രാക്ഷസ സ്വഭാവമുള്ളവർക്ക് താടി വേഷം. മിനുക്ക് വേഷം സ്ത്രീ വേഷങ്ങൾക്കും ബ്രാഹ്മണൻ, സന്യാസി അങ്ങനെയുള്ള വേഷങ്ങൾക്കും മിനുക്ക് വേഷം. കരിവേഷം കാട്ടിൽ താമസിക്കുന്ന ആൾക്ക്, അതായത് കറുത്ത വേഷങ്ങൾ. ഇങ്ങനെയാണ് കഥകളിയിൽ വേഷങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ സ്വഭാവം അനുസരിച്ചാണ് വേഷം തീരുമാനിക്കുന്നത്. ഇപ്പൊ ദുര്യോധനൻ അറിയാവൂ, കേട്ടിട്ടുണ്ടോ? ദുശാസനൻ അറിയാവൂ, ധർമ്മപുത്രർ കേട്ടിട്ടുണ്ടോ? ഒരു 3 പേര് അവരുടെ ബന്ധം എങ്ങനെയാണ് തങ്ങളില് അറിയാവൂ? ദുര്യോധനൻ, ദുശാസനൻ, ധർമ്മപുത്രൻ, ഇവർ തങ്ങളുടെ റിലേഷൻ ബന്ധം സഹോദരന്മാരാണ്. 2 അച്ഛന്മാര്. ധൃതരാഷ്ട്രയുടെ മക്കള് ദുര്യോധനൻ, ദുശാസനൻ, പാണ്ഡുവിന്റെ മകൻ ധർമ്മപുത്രൻ തുടങ്ങി ഭീമസേനൻ, അർജുനൻ. സഹോദരന്മാരാണെങ്കിലും ദുര്യോധനന്റെ വേഷം കത്തിവേഷം, ദുശാസനൻ താടിവേഷം, ധർമ്മപുത്രൻ പച്ചവേഷം. സഹോദരന്മാരാണെങ്കിലും അവരുടെ സ്വഭാവം അനുസരിച്ചാണ് ഈ വേഷങ്ങൾ തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ഷത്രിയനാണെങ്കിൽ തന്നെ ധർമ്മപുത്രർക്ക് പച്ചവേഷം, ദുര്യോധനന് കത്തിവേഷം, ദുശാസനന് രാക്ഷസന്റെ സ്വഭാവമായിട്ട് താടിവേഷം കൊടുക്കും. അങ്ങനെയാണ് ഈ വേഷങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കഥകളിയില് പാട്ടുകാർ ഉപയോഗിക്കുന്നത്, സംഗീതക്കാർ ഉപയോഗിക്കുന്നത് ഇലത്താളം, ചേങ്ങില 2, പിന്നെ ചെണ്ട, മദ്ദളം, അങ്ങനെ മൊത്തം 4 വാദ്യോപകരണങ്ങളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. 24 മുദ്രകളാണ് അടിസ്ഥാന മുദ്രകൾ. കഥകളിയിലുള്ളത് 24 മുദ്രകളാണ്. അത് കഥകളിയുടെ ഭാഷയാണ് ഈ മുദ്രകൾ. നിങ്ങൾ മലയാളത്തിലെ, ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ പോലെ കഥകളിയിലെ അക്ഷരങ്ങളാണ് ഈ മുദ്രകൾ. 24 മുദ്ര. പതാകം, മുദ്രാക്യം, കടകം, മുഷ്ടി, കർത്തരീമുഖം, ശുഭതുണ്ടം, കവിത്തം, ഹംസപക്ഷം, ശിഖരം, ഹംസാസ്യം, അഞ്ജലി, അർത്ഥചന്ദ്രം, മുകുരം, ഭ്രമരം, കുജീമുഖം, പല്ലവം, തൃപ്പതാക, മൃഗശീർഷം, സർപ്പശിരസ്, വർത്തമാനകം, അരാളം, ഊന്നനാഭം, മൂളം, കടകാമുഖം. ഇങ്ങനെ 24 മുദ്ര. ആ മുദ്ര കൊണ്ടാണ് എല്ലാ വാക്കുകളും കഥകളിയിൽ സൃഷ്ടിക്കുന്നത്. നവരസങ്ങൾ 9 രസങ്ങൾ. ശൃംഗാരം, ഹാസ്യം, രൗദ്രം, വീരം, അത്ഭുതം, ഭയാനകം, രൗദ്രം, ശാന്തം. ശൃംഗാരം കാണും. ശൃംഗാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖത്ത് നിന്ന് നല്ല ചിരിച്ച് പ്രസരിപ്പോടുകൂടി നിൽക്കുന്നത്, അതാണ് ശൃംഗാര രസം. ആ പുരുകം ഇങ്ങനെ ഇളകുമ്പോൾ ശൃംഗാര രസമാണ്. രൗദ്രം എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഒരാളടുത്തുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ് രൗദ്രം. കണ്ണ് മിഴിച്ച് കണ്ണിന്റെ ഈ തടം ഇളകുമ്പം രൗദ്രമായി. ഹാസ്യം, ഒരാളെ പരിഹസിക്കുക ആണ് ഹാസ്യം.
നെടുംകുത്തി എന്നാലുണ്ട്. കുറും കുത്തിയല്ല, ഒരു കത്തി. കുറും കത്തി, നെടും കത്തി. അത് കത്തിവേഷങ്ങളിലെ രണ്ട് വിഭാഗമാണ് കുറും കത്തി, നെടും കത്തി. സാധാരണ ഒരു ആസ്വാദകന് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂല. അത് വേഷത്തിലുള്ള ചെറിയ, അതായത് മുഖത്ത് കളർ തേക്കുന്നത് പറയും, കഥകളിക്കാർ തേക്കുന്നത്, ആ തേക്കുന്നതിലുള്ള ചെറിയ ഒരു വ്യത്യാസമാണ് കുറും കത്തിയും നെടും കത്തിയും. പെട്ടെന്ന് ഒരു ആസ്വാദകൻ അത് തിരിച്ചറിയാൻ പറ്റൂല. കഥകളിയുടെ പഴയ രൂപങ്ങൾ. രൂപത്തില് മാറ്റമില്ല, ഏകദേശം പണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പേരില്, കഥകളിയുടെ പേരിൽ മാറ്റം വന്നിട്ടുണ്ട്. കഥകളി ഉണ്ടായ കാലത്ത് ആദ്യം കൊട്ടാരക്കര ആരാണെന്നറിയാവോ? അത് കൊട്ടാരക്കര തമ്പുരാൻ വീര കേരളവർമ്മ. കൊട്ടാരക്കര തമ്പുരാൻ, വീര കേരളവർമ്മ തമ്പുരാൻ, കൊട്ടാരക്കര വീര കേരളവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 17-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇത് കഥകളിയല്ല, രാമനാട്ടം എന്നായിരുന്നു അവന്റെ പേര്, ഇത് സൃഷ്ടിച്ചത്. അതിന്റെ കാരണം കൂടെ ഉണ്ട്. സാമൂതിരിയുടെ കൊട്ടാരത്തിൽ കൃഷ്ണനാട്ടം നടക്കുന്നത് കണ്ട് അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടായി കൊട്ടാരക്കര തമ്പുരാൻ ആ കലാകാരന്മാരെ ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ അവർ അത് നിരസിച്ചു. തെക്കൻ നാട്ടിൽ ഇത് കണ്ട് ആസ്വദിക്കാൻ ആൾക്കാർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് കളിയാക്കി നിരസിച്ചതിൽ മനംനൊന്ത് അതിന് വേറൊരു രൂപം, ശ്രീരാമന്റെ കഥകൾ എഴുതി രാമനാട്ടം എന്ന പേരിട്ടു. ആ രാമനാട്ടം പിൽക്കാലത്ത് കഥകളിയായി. നമസ്കാരം, എന്റെ പേര് ശിവാനി. ഹരിശ്രീ സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുട്ടികൾക്ക് കഥകളി എങ്ങനെയാണ് പ്രിയങ്കരമാകുന്നത് ഒന്ന് പറഞ്ഞു തരാമോ? കുട്ടികൾക്ക് പ്രധാനമായിട്ടും വേഷങ്ങളായിരിക്കും താല്പര്യം. വേഷങ്ങൾ കണ്ടിഷ്ടപ്പെട്ടാണ് കൂടുതലും കുട്ടികൾ ഇത് താല്പര്യമാകുന്നത്. പിന്നെ കഥകളി കണ്ടു മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാന മുദ്രകൾ മനസ്സിലാക്കണം. മുദ്രകളാണ് കഥകളിയുടെ ഭാഷ, അത് മനസ്സിലാക്കിയാൽ വ്യക്തമാവും. പിന്നെ കഥകൾ, പുരാണ കഥകൾ മനസ്സിലാക്കിയിട്ട് കളി കാണും. കുട്ടികൾക്ക് ഏറെ താല്പര്യം ഇതിന്റെ വേഷങ്ങൾ തന്നെയാണ്. ആരംഭം നേരത്തെ ഇപ്പൊ പറഞ്ഞില്ലേ, കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം സൃഷ്ടിച്ച്, അതാണ് കഥകളിലെ ആരംഭം. രസങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാവങ്ങൾ. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് മുഖത്ത് ആ ഭാവം കൂടെ ഉണ്ടാകണം. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മൾ മുഖത്തിന്റെ പേശികൾ, പുരികങ്ങൾ ചലിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെയാണ് ഈ രസങ്ങൾ വളരെ സമയമെടുത്ത് മുഖത്തുണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ്. രവീന്ദ്രനാഥ് സാറ് 2 വരി കഥകളി സംഗീതം ആലപിക്കും. അതിനനുസൃതമായി നമ്മുടെ ബിജുലാൽ സാറ് അത് അവതരിപ്പിച്ച് കാണിക്കുന്നതിനാണ് അഭിനയിച്ച് കാണിക്കും. അഭിനയിക്കുന്നത് അത് തന്നെയാണ്, അത് അഭിനയിച്ച് കാണിക്കും. ശ്രദ്ധിക്കുക, 2 വരി പാട്ട് കേൾക്കണം. പാട്ട് കേട്ടിട്ട് അഭിനയിച്ച് കാണിക്കുന്നത് ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? പാട്ട് കേട്ടെങ്കിൽ കഥകളി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. കുചേലവൃത്തം കഥയില്ലേ, കണ്ടിട്ടുണ്ടോ? കുചേലൻ കൃഷ്ണന്റെ അടുത്ത് പറയുന്ന
ഒരു പദത്തിന്റെ ആദ്യത്തെ 2 വരിയാണ് സാറ് പാടുന്നത്. അപ്പൊ ഞാൻ അതിന്റെ മുദ്ര കാണിക്കും. ആ പദം എല്ലാവർക്കും പരിചിതമായിരിക്കും മിക്കവാറും. അത് കഥകളി കണ്ടിട്ടില്ലാത്തവരും ഇല്ലാത്തവരും എല്ലാം ഇപ്പം ആ പദം അറിയാം. അജിതാ ഹരേ എല്ലാവരും പാടുന്നു അല്ലേ? അജിതാ ഹരേ ജയ മാധവ വിഷ്ണു പലർക്കും കേട്ടിട്ടില്ലേ? ആ അജിത കുചേലൻ കൃഷ്ണന്റെ അടുത്ത് പറയുന്നതാണ് അജിത ഹരേ ജയ മാധവ വിഷ്ണു. അജിത ജയശീലത്തോട് കൂടിയവനെ. ആ അർത്ഥം കൂടെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജയശീലത്തോട് കൂടിയവനെ കൃഷ്ണ. അജിത ഹരേ ജയ മാധവ വിഷ്ണു. അജമുഖ ദേവനത. ബ്രഹ്മാവ് തുടങ്ങി ദേവന്മാർ വന്ദിക്കുന്നവൻ. ഈ വരെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ കുറേ മുദ്രകൾ വരും. ജയശീലം എന്ന് കാണിക്കും, ബ്രഹ്മാവെന്നുള്ള മുദ്ര കാണിക്കും. അത് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കും. അജിത ഹരേ ജയ മാധവ വിഷ്ണു. അജിത ഹരേ ജയ മാധവ വിഷ്ണു. അജമുഖ ദേവ അജമുഖ ദേവ കാക്കാൻ എന്നാണ് പ്രധാന നടന്റെ പേര്. നമ്മൾ കാക്കകളുടെ ചലനങ്ങളെ നമുക്ക് അറിയാമല്ലോ. അതേപോലെ ചാടിയും നല്ല മെയ്വഴക്കത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് കാക്ക. വളരെയേറെ അഭ്യാസം കാണിക്കേണ്ട തലകുത്തി മറിയുകയും അതേപോലെ മറ്റ് ശരീര ഭയങ്കരമായിട്ട് ചലിപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന ആളാണ് കാക്ക. പ്രധാനം കാക്കാൻ തന്നെയാണ് ഈ കലാരൂപം കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു പദം എന്ന് പറയുന്നത് കാശിൻ്റെ ഒരു ആശ കൊണ്ട് ഞാനൊരു കാക്കാശി വേഷം കെട്ടി എന്ന് തുടങ്ങുന്ന പദത്തോടു കൂടിയാണ് ഞാൻ ആരംഭിക്കുന്നത്. ഈ കാക്കാനാണ് പ്രധാനം. കാക്കാരസി നാടകം എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ ഒരു കലാരൂപമാണ്. വളരെ പുരാതനമായ കലാരൂപമാണ്. കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിൻ്റെ പ്രധാന ഇതിവൃത്തം ഈ നന്മയും തിന്മയും ആയിട്ടുള്ള ഒരു സംഘടനമാണ്. അവസാനം നന്മ ജയിക്കുന്നതാണ് കാക്കാരസിയുടെ ഇത്. പണ്ട് കാലത്ത് തൊഴിലാളികൾ അവരുടെ ഒരു കൂട്ടായ്മയായിട്ടൊരു സ്റ്റേജിൽ കൊണ്ട് അതിനുണ്ടാക്കിയ തണല് അവതരിപ്പിച്ച് വന്നതാണ്. ഈ ഭൂതക്കുളത്ത് ഒരു കാക്കാരസി നാടകം അവതരിപ്പിച്ചിട്ടുള്ള അനേകം ആൾക്കാരുണ്ട്. ഒന്ന് പഴയ MP ചെമ്പാശ്ശേരി സ്കൂൾ RHM എക്സാം ചെമ്പാശ്ശേരി സ്കൂളിൽ അദ്ദേഹം കാക്കാരസി നാടകത്തിൻ്റെ നേതാവാണ്. നമ്മുടെ പഴയൊരു പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് NV ദേവ് ഈ കാക്കാരസി നാടകം അഭിനയിച്ചിട്ടുള്ള ആളാണ്.